പ്രളയ ഫണ്ട് തട്ടിപ്പിൽ സതീശന്റെ ഒരു ഗംഭീര ട്രാൻസ്ഫോർമേഷൻ കാണിച്ചു. ഇന്നലെ ഈ വിജിലൻസ് റിപ്പോർട്ട് പുറത്തേക്ക് വരികയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സതീശനെതിരെ, പ്രളയ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സതീശനെതിരെ CBI അന്വേഷണം വേണമെന്നുള്ള തരത്തിലുള്ള ഒരു നിയമോപദേശം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വിജിലൻസിന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തേക്ക് വരുമ്പോൾ സതീശൻ ഇന്നലെ സിനിമ സ്റ്റൈലിലാണ് പുറത്തേക്ക് വന്നത്. നിങ്ങൾ കണ്ടില്ലായിരുന്നു? എന്തായിരുന്നു ആ തഗ് ഡയലോഗ്? ചില സിനിമകളിൽ മോഹൻലാൽ വരുന്നത് പോലെ അദ്ദേഹം ക്യാമറകളുടെ മുന്നിലേക്ക് തമ്പ്രാൻ സ്റ്റൈലിൽ ഇറങ്ങി വന്ന് അടിച്ച പഞ്ച് ഡയലോഗ് ഉണ്ട്. ഇന്നലെ കോൺഗ്രസ്സുകാരെല്ലാം കൂടി കൈകൊട്ടി ആഘോഷിച്ച തമ്പ്രാൻ ഡയലോഗ്, അതൊന്ന് കണ്ടേ. അങ്ങനെ ഒരു വാർത്ത ശരിയാണോ? ഞാൻ കരുതുന്നത് ആ വാർത്ത ശരിയല്ലെന്നാണ്. കാരണം അങ്ങനെ ഒരു കേസെടുക്കാൻ ശുപാർശ ചെയ്യാൻ പറ്റില്ല. ഇനി വേറെ ഏതെങ്കിലും അല്ല, ഇനി വേറെ ഒരു ഫൈൻഡിങ്, നമ്മൾ ആരും അറിയാത്തൊരു ഫൈൻഡിങ്, ഭയങ്കര കുഴപ്പം പിടിച്ച എന്തെങ്കിലും ഫൈൻഡിങ് ഉണ്ടെങ്കിൽ ME ഗോവിന്ദൻ പറഞ്ഞവരെ CBIക്ക് വിടട്ടെ, CBI അന്വേഷിക്കട്ടെ. ഞാൻ FCRI വകുപ്പിന്റെ ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്ക്. ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞേ, ഇത് കേട്ടിട്ടേ ഞാൻ പേടിച്ചു പോയെന്നും കൂടി ഒന്ന് പറഞ്ഞേ. പേടിച്ചു പോയി എന്നങ്ങ് പറഞ്ഞേ. ഓ, സതീശ് ചേട്ടൻ സൂപ്പർ, സതീശ് ചേട്ടൻ സൂപ്പർ. ഇതായിരുന്നു ഇന്നലെ കോൺഗ്രസിന്റെ ക്യാമ്പുകളിൽ മുഴുവൻ. എന്നാൽ ഇന്ന് വീണ്ടും ആ ട്രാൻസ്ഫോർമേഷൻ കാണാനുണ്ട്. കാര്യം ഇന്നലെ ആ ഒരൊറ്റ തെളിവ് പുറത്തു വന്നതിന് ശേഷം സതീശൻ പുറത്തു വന്ന് മാധ്യമങ്ങളിലൂടെ തന്റെ കയ്യിരുന്ന സാധനങ്ങൾ കൊടുത്ത് ന്യായീകരിച്ച് കഴിഞ്ഞപ്പോൾ സതീശൻ കരുതി അവിടെ തീരുമെന്ന്. സതീശ, ചില കാര്യങ്ങളിൽ ഈ തോന്നിവാസമൊക്കെ കാണിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലതും അറിയാമെങ്കിലും രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ പല കാര്യങ്ങളും വേണ്ട വേണ്ട എന്ന് വയ്ക്കുമ്പോൾ ഈ മാധ്യമങ്ങൾ കൂടെ ഉണ്ട് എന്ന് കരുതി ആൾക്കാർക്കെതിരെ ഇറങ്ങി രാഷ്ട്രീയ മര്യാദ പോലും ഇല്ലാതെ വലിയ ഡയലോഗുകളൊക്കെ വച്ച് കാച്ചിട്ട് ഹീറോ ചമഞ്ഞ് നടക്കുമ്പോൾ അതിനെ ഒരു മര്യാദ പഠിപ്പിക്കാൻ ബാക്കിയുള്ളവർ വിചാരിച്ചാൽ കഴിയുമെന്ന് പിന്നീടുള്ള എപ്പിസോഡുകൾ പുറത്തു വരുമ്പോൾ സതീശന് ബോധ്യപ്പെടുകയാണ്. ആ എപ്പിസോഡുകൾ ബാക്ക് ടു ബാക്ക് പുറത്തു വന്നു തുടങ്ങിയപ്പോൾ സതീശന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പിടിവിട്ടു പോകുന്ന അവസ്ഥയെത്തി. അതായത് സതീശൻ സ്വന്തം അക്കൗണ്ടിൽ പൈസ മേടിച്ചിട്ടില്ല എന്ന ധൈര്യത്തിൽ ഞാനൊരു ഫെമാലംഘനമല്ല, ഏത് CBI വന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്തുനിന്ന് ഇന്ന് സതീശന്റെ ആ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് കാണണ്ടേ. കരച്ചിലിന്റെ വക്കിലാണ്. നിങ്ങൾ ആ പ്രതികരണം കണ്ടിട്ട് നേരത്തെ ആലോചിക്കുക, പോയി പറഞ്ഞേക്ക് പേടിച്ചു പോയി എന്ന തഗ് ഡയലോഗിനപ്പുറം ഇന്നത്തെ ഈ വാചകം കേട്ടിട്ട് നിങ്ങൾ പറ, ആ വന്നിരിക്കുന്ന തെളിവുകൾ സതീശന്റെ കൊങ്ങയ്ക്ക് ലോക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഈ പ്രതികരണം കണ്ടിട്ട് വിലയിരുത്തണം.